തനിക്ക് ജോലി വല്ലതുണ്ടോ? ആയിട്ടില്ല. എന്നൊക്കെ ആവും? അപ്പൊ തീർച്ചയില്ല, എന്നെങ്കിലും ആകുമെന്നായിരിക്കും. അതുവരെ കെട്ടിയ പെണ്ണിനെ അങ്ങനെ ചെലവിന് കൊടുക്കണോ? ഈ പ്രേമം ഒരു രോഗമാണ്. ഏത് പ്രായത്തിലും മനസ്സിനുണ്ടാകാവുന്ന ഗുരുതരമായ ഒരു രോഗം. അത് തൻ്റെയൊക്കെ പ്രായത്തിലാവുമ്പോ പിന്നെ പറയേം വേണ്ട. വരിക, വീട്ടുകാർ കേൾക്കണ്ട. ചെറുപ്പത്തിന്റെ അഹങ്കാരം കൊണ്ട് പ്രേമത്തിൽ കുടുങ്ങാൻ തോന്നും. അന്ന് ഞാൻ കുടുങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഈ നിലയിൽ എത്തുമായിരുന്നില്ല. അമ്മുവിനെ ഞാൻ അത്രമാത്രം ഇഷ്ടപ്പെട്ടു പോയി. അമ്മുവിനോ? അമ്മുവിനും എന്നെ ഇഷ്ടമാണെന്നാണ് എന്റെ വിശ്വാസം. താൻ ശ്രമിച്ച് ഒരു നല്ല ജോലി സമ്പാദിക്കുക. പക്ഷേ അതിന് സമയമെടുക്കും. അതുവരെ അവൾ കാത്തിരിക്കണോ? അമ്മു കാത്തിരിക്കും. പാടില്ല. ഈ പ്രായത്തിൽ ഇത്രയും വലിയ ത്യാഗമൊന്നും പാടില്ല. ഒരു പെണ്ണിന് ചെലവിന് കൊടുക്കാൻ കാലമാവുമ്പോ അമ്മുവിനേക്കാൾ സുന്ദരിയും മിടുക്കിയുമായ ഒരു പെണ്ണിനെ തനിക്ക് കിട്ടും. പൊയ്ക്കോളൂ, ഇനി സംസാരിക്കണമെന്നില്ല. അമ്മുവിന്റെ വിവാഹം നിശ്ചയിക്കാൻ പോവുകയാണ്. താൻ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനുണ്ടാകാൻ പോകുന്ന നല്ല ഭാവി താൻ കാരണം ഇല്ലാതാക്കരുത്. പൊക്കോളൂ. കാലം കുറെ കഴിയുമ്പോ തനിക്കിതൊക്കെ ഒരു തമാശയായിട്ട് തോന്നും. ചെല്ലു, മൂത്തവർ പറയുന്നത് കേൾക്കൂ. തനിക്ക് ഒരു കുഴപ്പം വരില്ല. ഗുഡ് മോർണിംഗ്. എന്താ മാമേ, സുഖമാണോ? ദിവസവും കാണാമല്ലോ. എന്താ അസുഖം? ഈ മരുന്ന് മാത്രം കഴിച്ചാൽ പോരാ, നല്ല വ്യായാമം ചെയ്യണം. എന്നെ കണ്ടോ? എക്സ്ക്യൂസ് മീ സിസ്റ്റർ, സിസ്റ്റർ മാഗിയെ കണ്ടോ? ഞാനൊന്ന് അന്വേഷിച്ചെന്ന് പറയണം. ആര്? മേജർ ഉണ്ണികൃഷ്ണൻ. താങ്ക് യു. സിസ്റ്റർക്ക് എന്താ എന്നോട് പിണക്കാണോ? പിണക്കമോ? എന്തിനാണ് സർ? അല്ല, ഇന്ന് രാവിലെ റൂമിൽ വന്നിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല. കട്ടിലിന്റെ ചോട്ടിൽ ഇവളറിയാതെ വലിച്ചിട്ട് സിഗരറ്റ് കുറ്റി കണ്ടിട്ട് വഴക്കും പറഞ്ഞില്ല. അപ്പൊ ഞാൻ കരുതി സിസ്റ്റർ ഗുഡ് മോർണിംഗോ പറഞ്ഞില്ല. അപ്പൊ ഒരു ഗുഡ് ഈവനിംഗ് എങ്കിലും പറഞ്ഞിട്ട് പോകുന്നതല്ലോ അതിന്റെ ഒരു ഭംഗി. ഗുഡ് ഈവനിംഗ്. വെരി വെരി ഗുഡ് ഈവനിംഗ്. ഡോക്ടർ അകത്തുണ്ടോ? ഉണ്ട്. താങ്ക് യു. ആരും വെറുതെ വിടില്ല. குட் ஈவினிங் சார். வணக்கம். டாக்டர் அகத்து அல்லல உள்ள இருக்கா? இருக்காரு, உள்ள போங்க. வா. ஆமா, நான் எவ்வளவு நேரம் அங்க உட்கார்ந்துட்டு இருக்கேன். என்ன பார்த்தா உனக்கு பிடிக்கலையா? சும்மா சத்தம் போட உட்கார. ஆமா, ஏதாவது லஞ்சம் கொடுத்தா தான் எல்லாம் நடக்கும். Good evening, doctor. Good evening, Major. ഡോക്ടർ, നാളെയാണ് 13-ാം തീയതി.
ഞങ്ങളുടെ 4th വെഡിങ് ആനിവേഴ്സറി. ഏതായാലും നാളെ അത് ആഘോഷിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഡോക്ടർ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്ത് എവിടെങ്കിലും പോയി ഒന്ന് ആഘോഷിക്കാം. ഞാൻ വരുന്നില്ല മേജർ. ഇവിടം വിട്ട് എങ്ങനെ വരും? നിങ്ങൾ രണ്ടുപേരും തനിച്ചു പോയാൽ മതി. അല്ലെങ്കിൽ ആ സ്വർഗത്തിൽ ഞാൻ എന്തെങ്കിലും കട്ടുറുമ്പാകണം. എന്തു പറയുന്നു? എന്താണ് നമ്മുടെ സെലിബ്രേഷന്റെ ഒരു 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 രീതി? ശ്രീമതി എന്തു പറയുന്നു അത് ഞാനങ്ങ് അനുസരിച്ചേക്കാം. ബീച്ചിൽ പോകാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ചൈനീസ് റെസ്റ്റോറന്റിൽ പോയി ആഹാരം കഴിക്കാം. അല്ലാതെ ഈ മദ്രാസ് പട്ടണത്തിൽ എന്ത് ചെയ്യാനാ? ബൈ ദ ബൈ മേജർ, ഹെവി ഫുഡ് ഒന്നും വേണ്ട. ഗ്രേറ്റ്. താങ്ക് യു ഡോക്ടർ. ഉണ്ണിയേട്ടാ, ഒരു മിനിറ്റ്. ഒരു മിനിറ്റോ? ഇഷ്ടം പോലെ സമയം എടുത്തോ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. യെസ് മിസ്സസ് ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തിന് അങ്ങനെ പുറത്തു പോകാൻ പാടുണ്ടോ ഡോക്ടർ? വൈ നോട്ട്? അതൊന്നും സാരമില്ല. പോയിട്ട് വേഗം വന്നാ മതി. തണുപ്പുള്ള സമയമാണ്. താങ്ക് യു ഡോക്ടർ. വിഷ്ണുവിനറിയാമോ, ഞങ്ങൾ വിവാഹം കഴിച്ചതിന്റെ 4ാം വാർഷികമാണ് നാളെ. നാളെയാ നവംബർ 13. അന്ന് എന്ത് ടെൻഷനായിരുന്നോ. വിവാഹത്തെക്കുറിച്ച് ഒരിക്കലും ഓർക്കാതിരുന്ന ഞാൻ സത്യം പറയാമല്ലോ ഈ പാർട്ടിയെ കണ്ട് വീണുപോയതാ. നാളെയാ ഓപ്പറേഷൻ. എനിക്കൊരു ടെൻഷനും ഇല്ല. കാരണം ടെൻഷൻ മുഴുവൻ അമ്മു ഏറ്റെടുത്തിരിക്കുക. അതിന് അമ്മു എന്തിനാ പേടിക്കുന്നത്? ഒരു ദിവസം ഈ രാജ്യത്ത് എത്രയോ ഓപ്പറേഷൻ നടക്കുന്നു, പിന്നെ മരണം. അതേപ്പറ്റി നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? നമ്മൾ ജനിക്കുമ്പോഴേ മരണവും നമ്മളോടൊപ്പം ജനിക്കുന്നു. അതിന്റെ മുഖത്ത് നോക്കി ചിരിക്കാനാ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയ രോഗിയെ കാത്ത് പുറത്തു നിൽക്കുന്ന ആരോഗ്യവാന്മാർ മനസ്സറിയാതെ മരിച്ചു എന്ന് വരും. രോഗി രക്ഷപ്പെട്ടു എന്ന് ഇരിക്കും. എന്തു പറയുന്നു വിഷ്ണു? അതൊക്കെ പോട്ടെ. നാളെ ഞങ്ങളുടെ വിവാഹം ആഘോഷിക്കാൻ ഞാനുണ്ടാവില്ലല്ലോ. ഓപ്പറേഷൻ കഴിയുമ്പോൾ വൈകില്ലേ? അതുകൊണ്ട് നമുക്ക് ആ ദിവസം ഇന്ന് തന്നെ ആഘോഷിക്കാം. വിഷ്ണു, എനിക്കും അമ്മുവിനും മംഗളങ്ങൾ നേർന്നുകൊണ്ട് താനൊരു പാട്ട് പാട്. അയ്യോ, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പാടിയിട്ടില്ല. പാട്ട് പാടാത്ത മനുഷ്യരുണ്ടോ? എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ, മംഗളം നേരുന്നു ഞാൻ. അത് സങ്കടമല്ലയോ? എന്തെങ്കിലും സന്തോഷമായിട്ട് പാട്. എന്റെ മനസ്സിലേ ഉള്ളൂ സംഗീതം. അത് ഏറ്റുപാടാൻ എന്റെ ചുണ്ടുകൾക്കറിയില്ല. ഞാൻ പാടിയേനേയും, പക്ഷെ ഇവിടെ സമ്മതിക്കുകയല്ല. രോഗിയല്ലയോ? പിന്നെ എന്റെ ശബ്ദവും ചൊവ്വല്ല.
പക്ഷെ വിഷ്ണുവിനെ കണ്ട പാടുന്നൊരു പാർട്ടിയാണെന്ന് തോന്നുന്നു, അല്ലേ അമ്മു? അമ്മു പാടും. അമ്മുന് നന്നായി പാടാൻ അറിയാം. എന്നിട്ട് ഇതുവരെ എന്റെ മുമ്പിൽ ഒരു മൂളിപ്പാട്ട് പോലും പാടിയിട്ടില്ല. ആ, ഞാനൊരു ബോറും പട്ടാളക്കാരനല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഞാൻ പാടാം. ഞാൻ എത്ര വേണമെങ്കിലും പാടാം. എന്റെ ഉണ്ണിയേട്ടന് വേണ്ടി മാത്രം, ഉണ്ണിയേട്ടന് വേണ്ടി മാത്രം. ഞാൻ സിംഗപ്പൂരിലായിരുന്നപ്പോ ഇതുപോലൊരു ഓപ്പറേഷൻ. എന്റെ മൂക്കില് ഒരു കുരു. എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോണം. ഗുരുവായൂരപ്പനെ വിചാരിച്ച് ഒപ്പിട്ട് കൊടുക്കും മോളെ. മണി എത്രയായി? 10-15. അന്ന് 10:05 മുഹൂർത്തം. അന്നാണ് അമ്മുന്റെ കഴുത്ത് ഞാൻ താലി കെട്ടിയത്. നാല് വർഷം ഒരുമിച്ച് ജീവിച്ചു. ഇന്ന് ഇപ്പൊ ഈ പിരിഞ്ഞു പോകുന്നതിന്റെ ദുഃഖം ഉണ്ണിയേട്ടാ, അല്ല, താൽക്കാലികമായിട്ടാണെങ്കിലും അതെത്രയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ വർഷങ്ങളോളം ഒരുമിച്ച് ജീവിച്ച നിങ്ങൾ അന്ന് പിരിയുമ്പോൾ ഇത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. Take it easy. മോളെ, don't be silly, my dear. കരയാതെ. പോട്ടെ മോളെ, പോട്ടെ.